ഇറാനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപ്രതീക്ഷിതമായി സമാധാന കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്ക തങ്ങളെ ചതിച്ചു എന്ന വികാരത്തിലാണ് ഇസ്രായേൽ. ട്രംപിന്റെ ഈ നീക്കത്തോടെ ഇസ്രായേലിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ വൻ പ്രതിഷേധമാണ് ഇരമ്പുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കരിയറിലെ ഏറ്റവും വലിയ നയതന്ത്ര പരാജയമാണ് ഈ കരാർ വിലയിരുത്തപ്പെടുന്നത്. തെരുവുകളിൽ ജനങ്ങളും ഭരണകൂടത്തിൽ മന്ത്രിമാരും നെതന്യാഹുവിനും ട്രംപിനുമെതിരെ പരസ്യമായി രംഗത്തിറങ്ങി കഴിഞ്ഞു. ട്രംപിന്റെ സമാധാന കരാർ ഇസ്രായേലിന്റെ താൽപര്യങ്ങളെ പൂർണ്ണമായും ബലികഴിക്കുന്നതാണെന്നാണ് രാജ്യത്തെ പ്രമുഖ നേതാക്കൾ ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് യയർ ലാപിഡ് നെതന്യാഹുവിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഈ സമാധാന കരാർ കൊണ്ട് ഇസ്രായേലിന് യാതൊരു വിധത്തിലുള്ള നേട്ടവുമില്ല. രാജ്യത്തിന്റെ സുരക്ഷാ ലക്ഷ്യങ്ങളൊന്നും ഇനി നടപ്പിലാകാൻ പോകുന്നുമില്ല. ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും അദ്ദേഹത്തിന്റെ നയങ്ങളുടെയും സമ്പൂർണ്ണ പരാജയമാണ്. തങ്ങളുടെ പരമ്പരാഗത ശത്രുവായ ഇറാന് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ അംഗീകാരം നൽകുന്നതാണ് ട്രംപിന്റെ നീക്കമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. ഡെമോക്രാറ്റ്സ് പാർട്ടി നേതാവ് യയർ ഗോലാൻ നെതന്യാഹുവിനെ ദുർബലനും ഒറ്റപ്പെട്ടവനും എന്ന് വിശേഷിപ്പിച്ചു. ട്രംപ് ഒപ്പുവെച്ച കരാർ ഇറാന്റെ ആണവ പദ്ധതികളെ തൊടാതെ അവർക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ മരവിപ്പിച്ച ആസ്തികൾ തിരികെ നൽകുന്നതാണെന്നും ഇതിലൂടെ ഇസ്രായേൽ കൂടുതൽ ദുർബലമായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുൻ സൈനിക മേധാവി ഗാഡി ഐസൻകോട്ടും മുൻ പ്രധാനമന്ത്രി നെഫ്താലി ബെന്നറ്റും നെതന്യാഹു സർക്കാരിന്റെ തന്ത്രപരമായ പരാജയമാണ് ഇതെന്ന് പറഞ്ഞു. ഒരു സുരക്ഷാ പ്രശ്നവും പരിഹരിക്കാൻ ഈ കരാറിന് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെതന്യാഹു മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ ട്രംപിനും അമേരിക്കയ്ക്കുമെതിരെ യുദ്ധ പ്രഖ്യാപനവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ദേശീയ പ്രതിരോധ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ പറഞ്ഞത് ഇങ്ങനെ: ഇസ്രായേൽ അമേരിക്കയുടെ കീഴിലുള്ള ഒരു രാജ്യമല്ല, നമ്മൾ പരമാധികാരമുള്ള ഒരു സ്വതന്ത്ര രാജ്യമാണ്, അല്ലാതെ വെറുമൊരു ബനാന റിപ്പബ്ലിക് അല്ല. ധനകാര്യമന്ത്രിയായ ബെസലെൽ സ്മോട്രിച്ച് ഇറാനുമായുള്ള അമേരിക്കയുടെ കരാർ ഇസ്രായേലിന് യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വവും നൽകുന്നില്ല, ഇത് ലോകത്തിന് തന്നെ ആപത്താണ്, ലെബനനെ തുടർന്നും ആക്രമിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യം ഇസ്രായേൽ സൈന്യത്തിന് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. രാജ്യമാകെ പുകഴുമ്പോഴും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതുവരെ ഔദ്യോഗികമായി പരസ്യ പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ അണിയറയിൽ ട്രംപുമായി അദ്ദേഹം കടുത്ത വിയോജിപ്പ് അറിയിച്ചതായാണ് റിപ്പോർട്ടുകളുള്ളത്. വാർത്താ ഏജൻസിയായ യനെറ്റ് പുറത്തുവിട്ട വിവരങ്ങൾ ഇപ്രകാരമാണ്: ഈ കരാറിന്റെ ഭാഗമാകാൻ ഇസ്രായേൽ തയ്യാറല്ലെന്ന് നെതന്യാഹു ട്രംപിനെ അറിയിച്ചിട്ടുണ്ട്. ലെബനനെ സംബന്ധിച്ച ഇറാന്റെ നിബന്ധനകളോ ആവശ്യങ്ങളോ ഇസ്രായേൽ അംഗീകരിക്കില്ല. അമേരിക്ക കരാറിൽ ഒപ്പിട്ടാലും ലെബനൻ, സിറിയ, ഗസ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം തുടരും. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഇതേ നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നത്. ലക്ഷ്യം പൂർത്തിയാക്കാതെ സൈന്യം പിന്മാറില്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. അമേരിക്കയുടെ ഈ പിന്മാറ്റം ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്കിടയിലും വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. റഷ്യ ടുഡേ റിപ്പോർട്ട് പ്രകാരം ലക്ഷ്യം പൂർത്തിയാക്കാതെയുള്ള പിന്മാറ്റമാണിതെന്നും ചരിത്രം സൃഷ്ടിക്കാനും ഇറാനെ തകർക്കാനുള്ള വലിയൊരു അവസരമാണ് ഇല്ലാതാക്കിയതെന്നും ജനങ്ങൾ പ്രതികരിക്കുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധിയായാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. അമേരിക്കൻ താല്പര്യങ്ങൾ മുൻനിർത്തി ട്രംപ് എടുത്ത ഈ തീരുമാനം മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലനാവസ്ഥയെ പൂർണ്ണമായും മാറ്റിയെഴുതും. ഇനി പുതുക്കിയ കരാറിലെ അജണ്ടകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് മേൽ കർശന നിയന്ത്രണമില്ല, മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യം മാത്രം. മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ ഇറാനിലേക്ക് ഒഴുകും. ഉപരോധങ്ങൾ നീക്കി ഇറാനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. ലെബനനിലും സിറിയയിലും ഇറാന്റെ സ്വാധീനം വർദ്ധിക്കും. ഇസ്രായേലിന്റെ അമിത സൈനിക ഇടപെടലുകൾ തടയിടും. ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ദശാബ്ദങ്ങൾ പഴക്കമുള്ള ബന്ധത്തിന്റെ വലിയൊരു വിള്ളലാണ് വീഴ്ത്തിയിരിക്കുന്നത്. അമേരിക്കയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇറാനെതിരെയോ ലെബനനെതിരെയോ ഒറ്റയ്ക്ക് സൈനിക നീക്കത്തിന് മുതിരുമോ, അതോ ആഭ്യന്തര സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ നെതന്യാഹുവിന് രാജിവെക്കേണ്ടി വരുമോ എന്നാണ് ഈ ലോകം ഉറ്റുനോക്കുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.